ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ പുറത്തു വരുന്ന ഒരു സമയമാണ് ഇത്. കൊച്ചിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ചേരിയിലേക്ക് പോവുകയാണ് എന്ന ഒരു വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. ഇതിൽ എന്തെങ്കിലും നിജസ്ഥിതിയുണ്ടോ എന്നുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോയോട് ചോദിച്ചിരുന്നു. അതിന് ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ലഭിക്കാൻ 2 ആഴ്ചത്തെ സമയം ആവശ്യമാണ് എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. പുതിയ ഉടമസ്ഥർ വരുമ്പോൾ അവർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് എന്നുകൂടി മാർക്കസ് പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തോട് ചോദിച്ച മറ്റൊരു ചോദ്യം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഉടമസ്ഥരുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അത് ഉടൻ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. അതിനും വ്യക്തമായ ഒരു മറുപടി മാർക്കസ് നൽകിയിട്ടുണ്ട്. അതായത് 15 ദിവസത്തിനുള്ളിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവേണ്ടതാണ് എന്നാണ് മാർക്കസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കാര്യങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത 15 ദിവസത്തിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഉടമസ്ഥരുടെ കാര്യം തീരുമാനമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച ഒരു വിവരം, വിദേശത്തുള്ള ഒരു മലയാളി സംരംഭകൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പോസിറ്റീവായ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. IBS സോഫ്റ്റ്വെയർ കമ്പനിയോട് 150 കോടി രൂപ മാഗ്നം സ്പോർട്സ് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടുകൂടി അവർ പിൻവാങ്ങിയിട്ടുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഉടമസ്ഥനായിക്കൊണ്ട് വരുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. പക്ഷേ അടുത്ത 15 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.